പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീലിൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചു എന്നുള്ളതാണ്. കെ വി കുഞ്ഞിരാമൻ MLA അടക്കമുള്ള 4 പേരുടെ അപ്പീലിലാണ് സ്റ്റേ. 5 വർഷം തടവാണ് ഇവർക്ക് വിധിച്ചിരുന്നത്. ഇത് അവർക്ക് ഈ പ്രതികൾക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. നമുക്കറിയാം കെ വി കുഞ്ഞിരാമനൊക്കെ ശിക്ഷിക്കപ്പെട്ട CPM-ന് വലിയ തിരിച്ചടിയായിരുന്നു. ഈ കേസിൽ ഇപ്പോൾ ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്ന 4 പ്രതികളുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. 4 പ്രതികൾക്ക് 5 വർഷം വീതമാണ് തടവ് ശിക്ഷ വിധിച്ചിരുന്നത്. ഇവരുടെ ശിക്ഷാവിധി താൽക്കാലികമായാണോ അതോ സ്ഥിരമായാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കാം. ഏതായാലും നിർണായകമായ ഒരു കോടതി ഇടപെടലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പ്രതികളെ ശിക്ഷിക്കുക എന്നുള്ളത് ശിക്ഷിച്ചത് CPM-ന് വലിയ തിരിച്ചടിയായിരുന്നു. ഈ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന സമയത്ത് എത്രയും വേഗം നിയമപോരാട്ടം നടത്തുമെന്നും പുറത്തിറങ്ങുമെന്നും ഒക്കെയുള്ള ആത്മവിശ്വാസം പങ്കുവച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ CPM നേതാക്കളുടെ ശിക്ഷ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന നിർണായകമായ വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. 5 വർഷം തടവ് ശിക്ഷ പറഞ്ഞിരുന്ന കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പ്രതികളുടെ ശിക്ഷയാണ് ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതേറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്, സംശയമില്ല. കാരണം CPM-നും രാഷ്ട്രീയപരമായി ഒരാശ്വാസമാണ് കോടതിയുടെ ഇടപെടൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നിയമ പോരാട്ടം തുടരുകയാണ് ഈ വിഷയത്തിൽ എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നിയമ പോരാട്ടം തുടരുകയാണ്. നിയമവഴികൾ ഇനിയും ഈ പറഞ്ഞതുപോലെ നീണ്ടുകിടക്കും. ഇനിയും അപ്പീലുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടിയുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവുക. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. ക്ഷമിക്കണം, R കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, എന്താണ് വിശദാംശങ്ങൾ? പെരിയ ഇരട്ടക്കൊലക്കേസിലെ 4 CPM പ്രവർത്തകരുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്നാണ് തീരുമാനം വന്നിരിക്കുന്നത്. മറ്റുള്ള പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചപ്പോൾ ഈ പ്രതികൾ കുറ്റകൃത്യത്തിന് സഹായിച്ച 4 CPM പ്രവർത്തകർക്കാണ് 5 വർഷത്തെ ശിക്ഷ വിധിച്ചത്. ഇതിനെതിരെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹൈക്കോടതി ഇവരെ ഹർജി പരിഗണിച്ചിട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഇവരുടെ കേസ് ശിക്ഷാവിധി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്. കെ വി കുഞ്ഞിരാമൻ മുൻ MLA ആയിരുന്നു, ഉദുമ MLA ആയിരുന്ന കെ വി കുഞ്ഞിരാമൻ, പ്രതികളായ കെ മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, കെ വി ഭാസ്കരൻ എന്നിവരാണ് ഈ അപ്പീൽ നൽകിയത്. ജാമ്യം റദ്ദാക്കപ്പെട്ട ഇവർ നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. ഇവരുടെ 4 പേരുടെയും അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഇവരുടെ ശിക്ഷാവിധി ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇനി ആയിരിക്കും ഇതിൽ ഈ വിഷയത്തിൽ തുടർ വാദങ്ങൾ കേൾക്കുക. എന്തായാലും തൽക്കാലത്തേക്ക് CPM-നെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. പ്രതികൾക്ക് വേണ്ടി മറ്റ് സഹായങ്ങൾ ചെയ്ത പ്രതികളെ രക്ഷപ്പെടുത്താനും പ്രതികളുടെ തെളിവ് നശിപ്പിക്കാനും അടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ഉണ്ടായിരുന്നത്. അതിനാണ് ഇവർക്ക് 4 പേർക്കും 5 വർഷത്തെ ശിക്ഷ വിധിച്ചിരുന്നത്. ആ 5 വർഷത്തെ ശിക്ഷാവിധിയാണ് 4 പേരുടെയും ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. CBI കോടതിയുടെ വിചാരണ നടപടികളും വിധിയും നീതിയുക്തമല്ലെന്നും അപ്പീൽ പറഞ്ഞിരുന്നു. 2ാം പ്രതി സജി C. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റം. എന്നാൽ പറയപ്പെടുന്ന രീതിയിൽ സജിയെ പ്രതി ചേർത്തിരുന്നില്ല എന്നതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു പറയുന്ന SI-യും ASI-യും യഥാർത്ഥത്തിൽ ബേക്കൽ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ജനറൽ ഡയറിയിൽ നിന്ന് വ്യക്തമാണ് എന്നതും അപ്പീലിൽ പറയുന്നുണ്ട്. അന്തിമ റിപ്പോർട്ടിൽ CBI ഈ രേഖകൾ മറച്ചുവെച്ചുവെന്നും ചൂണ്ടിക്കാണിക്കുന്നു. സ്വതന്ത്ര സാക്ഷി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് കോൺഗ്രസ് ബന്ധമുണ്ട് എന്നതും ഈ അപ്പീലിൽ ആരോപിക്കുന്നുണ്ട്. CBI-യും സ്ഥാപിത താല്പര്യത്തോടു കൂടിയാണ് ഇടപെട്ടത് എന്നതും അപ്പീൽ പറയുന്നു. നിരപരാധികളാണെന്നും ശിക്ഷ റദ്ദാക്കണമെന്നുമായിരുന്നു ഇവരുടെ അഭിഭാഷകൻ പ്രധാനമായും ആവശ്യപ്പെട്ടത്. എന്തായാലും കോടതി ഇപ്പോൾ തൽക്കാലം ഈ 4 പേരുടെയും ശിക്ഷ സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. CPM-നെ സംബന്ധിച്ച് ഇതൊരു വലിയ ആശ്വാസം കൂടിയാണ്. നേരിട്ട് ഈ കൊലപാതകത്തിൽ CPM-ന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ 4 നേതാക്കൾക്കെതിരെയുള്ള 5 വർഷത്തെ തടവ് ശിക്ഷ. അക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. CPM നേതാക്കളായ 4 പ്രതികൾ, മുൻ MLA കെ വി കുഞ്ഞിരാമൻ ഉണ്ട്, ഒപ്പം മണികണ്ഠനുണ്ട്, രാഘവൻ വെളുത്തോളിയുണ്ട്, ഭാസ്കരൻ വെളുത്തോളിയുണ്ട്. ഇങ്ങനെ 4 പേരുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനം പ്രതികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. കാരണം ഇവർ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിയമപോരാട്ടം തുടരും എന്ന് പറഞ്ഞിരുന്നു. പെരിയ കേസിലെ 4 പ്രതികളുടെ ശിക്ഷാവിധി 5 വർഷം തടവും പിഴയും അടക്കമാണ് ഇവർക്ക് കോടതി നൽകിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് CN പ്രകാശ്, കോടതി എന്തെങ്കിലും പ്രത്യേക പരാമർശങ്ങൾ നടത്തിയിരുന്നോ? പ്രതികളുടെ അഭിഭാഷകർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാര്യമായ നടപടിക്രമങ്ങളൊന്നും കോടതിയിൽ നടന്നില്ല. ഈ അപ്പീൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത് സ്റ്റേ അനുവദിക്കുന്നു എന്ന് മാത്രമാണ്
വാക്കാൽ കോടതി പരാമർശിച്ചിട്ടുള്ളത്. ഉത്തരവിന്റെ പകർപ്പ് പൂർണ്ണമായ പ്രതികളും ഇതുവരെയും ലഭ്യമായിട്ടില്ല. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പെരിയ ഇരട്ടക്കൊല കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് 4 CPM നേതാക്കൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ആ അപ്പീലിന്മേലാണ് ഇപ്പോൾ ആ ശിക്ഷാവിധി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. സുരേഷ് കുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയണം എന്നായിരുന്നു ഈ ഉപഹർജിക്കാരുടെ ആവശ്യം. ഒപ്പം തന്നെ ഉപഹർജിയുടെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചാൽ ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് വിലക്കുണ്ടാകും എന്ന ധാരണ കൂടി അവർക്കുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അപ്പീൽ നൽകിയത്. അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കുന്നവരെ ജാമ്യം നൽകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് അനുവദിച്ചിട്ടില്ല. 5 വർഷം വീതം തടവ് ശിക്ഷ ലഭിച്ച 4 CPM നേതാക്കൾ നൽകിയ അപ്പീലിലാണ് എന്ന് സ്റ്റേ ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജോർജിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. കുറ്റകൃത്യത്തെ പറ്റി അറിവുണ്ടായിരുന്നിട്ടും അത് തടഞ്ഞില്ല എന്ന കുറ്റത്തിലുള്ള 5 വർഷ ശിക്ഷാവിധി ചോദ്യം ചെയ്യാണ് പ്രധാനമായും പ്രതികൾ അപ്പീൽ നൽകിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ CPMന്റെ ജില്ലാ സെക്രട്ടറി അംഗവും ഉദമ മുൻ MLA JV കുഞ്ഞിരാമൻ, CPM ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, രാഘവൻ പുലച്ചേരി, MK ഭാസ്കരൻ എന്നിവർ നൽകിയ അപ്പീലിന്മേലാണ് ഇപ്പോൾ സ്റ്റേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മനസ്സിലാവുന്ന കാര്യമനുസരിച്ച് 4 പ്രതികൾ, ഇവർക്ക് 4 പേർക്കും 5 വർഷം തടവും ഒപ്പം പിഴശിക്ഷയുമാണ് വിധിച്ചിരുന്നത്. ഇവരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള, ഇവരുടെ ശിക്ഷാവിധി പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അഡ്വക്കേറ്റ് CN പ്രകാശ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അഡ്വക്കേറ്റ് CN പ്രകാശ്, നമുക്കറിയാം ഈ CBIക്കെതിരെയും ഈ പ്രതികളുടെ അഭിഭാഷകർ വാദിച്ചിരുന്നു. CBI തെളിവുകൾ കെട്ടിച്ചമച്ചു എന്ന് പറയുന്നുണ്ട്. പല തെളിവുകളും നിലനിൽക്കുന്നതല്ല എന്നുള്ള വാദമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ശക്തമായി തന്നെ ബോധ്യപ്പെടുത്താൻ കോടതിയിൽ സാധിച്ചു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. ഇനിയും നിയമപോരാട്ടം ഈ വിഷയത്തിൽ തുടരും എന്നതും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച ഘട്ടത്തിൽ നിലവിൽ ശിക്ഷാവിധി നടപ്പാക്കുന്നതിൽ സ്റ്റേ മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്ന് വെച്ച് ശാശ്വതമായി പ്രതികൾക്ക് ഒരു ആശ്വാസം ലഭിച്ചു എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു ഇടക്കാല ആശ്വാസം നിലവിൽ ഈ പ്രതികൾക്ക് ലഭ്യമായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഈ 4 പ്രതികൾക്കും നിലവിൽ വിചാരണ കോടതി CBI കോടതി വിധിച്ച ശിക്ഷ അത് നടപ്പാക്കുന്നത് അതിന് താൽക്കാലികമായി സ്റ്റേ നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശ്രദ്ധിക്കുന്നു. ഇന്ന് ഇപ്പോൾ ഈ അപ്പീൽ പരിഗണിച്ചപ്പോൾ സ്റ്റേ ചെയ്യുന്നു എന്ന് മാത്രമാണ് വാക്കാൽ കോടതി പരാമർശിച്ചിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. അത് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 പ്രതികളുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതി ആ തരത്തിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടവേളയ്ക്ക്